ബേപ്പൂർ കപ്പൽ തീപിടിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് കണ്ണൂരിൽ കടൽ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ രാസവസ്തുക്കൾ അടങ്ങിയോ എന്നാണ് പരിശോധിക്കുന്നത്. സരീഷ് പിക്കുണ്ട്. സരീഷ്, പരിശോധന എങ്ങനെ പുരോഗമിക്കുകയാണ്? നിലവിൽ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സരീഷ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പയ്യാമ്പലത്തെത്തുകയും കടൽ വെള്ളം ശേഖരിക്കുകയും ചെയ്തത്. നേരത്തെ രമ്യ പറഞ്ഞതുപോലെ ഈ കടലിൽ അല്ലെങ്കിൽ ഈ കപ്പലിൽ ഈ വിഷകരമായ രാസവസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷകരമായ രാസവസ്തുക്കൾ കടലിൽ ഒഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ കടലിലെ വെള്ളത്തോടൊപ്പം ചേർന്നിട്ടുണ്ടോ എന്നൊരു സംശയം പ്രാഥമികമായി ഉണ്ട്. അത് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ഓരോ 3 മണിക്കൂറിലും ഇത്തരത്തിലുള്ള പരിശോധന നടത്തണം എന്നുള്ളതാണ്. കാരണം ഈ ബീച്ചിൽ നിന്നും അതായത് പയ്യാമ്പലത്ത് നിന്നും ഏതാണ്ട് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ വെള്ളം ഈ ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഓരോ 3 മണിക്കൂറിനിടയിലും ഈ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ പരിശോധന അല്പസമയം മുൻപ് പയ്യാമ്പലം കേന്ദ്രീകരിച്ച് നടന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പയ്യാമ്പലത്ത് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന രീതിയിലാണ് ഈ പയ്യാമ്പലത്തേക്ക് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഴീക്കലും തലശ്ശേരി ഭാഗങ്ങളിലും അതോടൊപ്പം ബേക്കൽ ഉൾപ്പെടെയുള്ള കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും സമാനമായ പരിശോധന നടത്തണം എന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണെങ്കിൽ പോലും ചെറുകിട ബോട്ടുകൾ മീൻപിടുത്തക്കാർ ഈ കടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ രാസവസ്തുക്കൾ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം എന്തായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഓരോ മണിക്കൂറിലും വെള്ളം ശേഖരിക്കുകയും അത് കൃത്യമായി പരിശോധന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.